നമസ്കാരം. ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാൽ തന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണാനിടയായെങ്കിൽ ഓർക്കുക, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണെന്ന്. നിങ്ങളുടെ മുമ്പുള്ളതും ഇപ്പോഴുള്ളതുമായ ജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സന്ദേശത്തിലൂടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ ഭഗവാന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം. അതായത്, നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് സംഭവിക്കാറുള്ളത്. പലപ്പോഴും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും. അതിപ്പോൾ നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും അത് അങ്ങനെ തന്നെയാണ്. എല്ലാം അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ അസുഖങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന, നിങ്ങളെ കെയർ ചെയ്തിരുന്ന ഏതെങ്കിലും വ്യക്തികളെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു നഷ്ടം നികത്താൻ ഈ ലോകത്തിൽ ഒന്നിനെക്കൊണ്ടും കഴിയില്ല എന്ന് പോലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികളിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഊർജ്ജസ്വലതയോടെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളെ നേരിടേണ്ടി വന്ന നിങ്ങൾ അതെല്ലാം മറന്ന്, അല്ലെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് മനോബലത്തോടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് നിങ്ങൾ വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. അവർക്ക് വലിയൊരു പ്രചോദനവും പ്രതീക്ഷയുമൊക്കെയാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത കഥകൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പോലും അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയേറെ കല്ലും മുള്ളും നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും, അതുപോലെ തന്നെ വളരെ അസൂയയോടെ നിങ്ങളെ നോക്കിക്കാണുന്ന ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കാരണം എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അത്തരം ആളുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അത്തരം ആളുകൾക്ക് നിങ്ങളുടെ മേൽ അസൂയ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് മേൽ നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് മുൻകൂട്ടി തുറന്ന് പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരുടെയും ദൃഷ്ടിദോഷം കൊണ്ട് വിചാരിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുകയോ നടക്കാതിരിക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഏതൊരു കാര്യവും നടന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് തുറന്നു പറയാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വസ്തർ എന്ന് തോന്നുന്ന ആളുകളോട് മാത്രം അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള
നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും നിങ്ങളവരെ വിശ്വസിക്കുകയും കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമായതിനാലാണ് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരോട് വീണ്ടും വീണ്ടും ക്ഷമിക്കാനും അവരെ കൂടെ കൂട്ടാനും നിങ്ങൾക്ക് തോന്നുന്നതും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എടുത്തു ചാടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ, ആരുടെ ഭാഗത്താണ് ശരിക്കും തെറ്റ് എന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വന്നിട്ടുമുണ്ട്. മുമ്പുള്ള ജീവിതത്തിലും ഇപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളതും. അവസാനം അവർ നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ നൽകാറുമുണ്ട്. അതുപോലെ തന്നെ പെരുമാറ്റ രീതി കൊണ്ടും സംസാര രീതി കൊണ്ടും രൂപഭംഗി കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചുപറ്റാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നിവിടെ കാണുന്നുണ്ട്. ഒരിക്കൽ മാത്രം നിങ്ങളെ കണ്ടാൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടാൽ പോലും കാണുന്നവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ മായില്ല എന്ന് തന്നെ പറയാം. അതായത് മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളുടെ രൂപഭംഗിയും സംസാരവും പെരുമാറ്റ രീതിയും ഒക്കെ നിങ്ങൾക്ക് സഹായകമാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളുടെ നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരല്ല. അത്തരക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം അകറ്റി നിർത്തലുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ സഹായകമാവുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിച്ചത് നിങ്ങളിലെ ഈശ്വര അനുഗ്രഹം കൊണ്ടും മുന്നോട്ട് പോവണം എന്നുള്ള നിങ്ങളിലെ ആത്മവിശ്വാസം ഒന്നുകൊണ്ടുമാണ്. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട്. മുൻപ് നിങ്ങളുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്ന, നിങ്ങളുമായി അവർക്ക് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളിൽ നിന്നും അകലേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വീണ്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട്. അവരിലൂടെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പത്തേതും ഇപ്പോഴുള്ളതുമായ ജീവിതത്തെക്കുറിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.